Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Yes. നമ്മള് എടുത്തത് ഏതായിരുന്നു? സെലക്ഷന്റെ ഫാക്ടേഴ്സ് അല്ലെ, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെയായിരുന്നു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? Nature of labor market, trade union, government regulations. അതുപോലെ തന്നെ എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സ്? എന്തൊക്കെയായിരുന്നു ഇന്റേണൽ ഫാക്ടേഴ്സ്? Size of organization, types of organization, Nature of social candidate pool, candidate pool, speed of recruitment, speed decision making. ഏതാണ് നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ കേട്ടോ. Pressure. ഇത്രയും വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നെക്സ്റ്റ് ആണ് ഔട്ട്കംസ് ഓഫ് സെലക്ഷൻ ഡിസിഷൻ. ഇപ്പോ സെലക്ഷൻ ഡിസിഷന് 4 ഔട്ട്കംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, false positive error and false negative error are the 4 potential outcomes of social decision. Okay, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോ ഈ എന്താണ് സെലക്ഷൻ ഡിസിഷന് 4 ഔട്ട്കംസ് ഉണ്ട്. എന്താണ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഔട്ട്കംസ്? എന്താണ് ഔട്ട്കംസ്? റിസൾട്ട് അല്ലെ. വെരി ഗുഡ്. റിസൾട്ട് ആണ് അല്ലെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മള് സെലക്ഷൻ നടത്തുമ്പോ നമ്മുടെ കമ്പനിയിലേക്ക് നമ്മള് ഒരു പേഴ്സണെ തിരഞ്ഞെടുക്കുമ്പോ 4 ഔട്ട്കംസ് ഉണ്ട്. റിസൾട്ട് ആണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് ആൻഡ് false positive error and false negative error. ഇതിന് 4 ഔട്ട്കംസ് ആണുള്ളത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങള് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നോട്ട് പറയാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ ആണ് ട്രൂ പോസിറ്റീവ്. ഇതെയോ? പറയട്ടെ മിസ്? ഓക്കെ, പിന്നെ സെലക്ഷൻ ഡിസിഷൻ. ഓക്കെ, ട്രൂ പോസിറ്റീവില് ഹെഡിങ് കൊടുക്കാം. നെക്സ്റ്റ് അതിന്റെ അടിയിൽ എഴുതാം കേട്ടോ. പിന്നെ സെലക്ഷൻ ഡിസിഷൻ, a true positive or high hit എന്ന് പറയുന്നുണ്ട് കേട്ടോ. ട്രൂ പോസിറ്റീവിന് true positive or high hit refers to the situation where a where a qualified candidate is correctly identified
identified and selected for a job. ഒന്നുകൂടി വായിക്കാം. In a selection decision, a true positive or high hit refers to the situation where a qualified candidate is correctly identified and selected for a job. എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോ എഴുതിയപ്പോ എന്ത് മനസ്സിലായി? ട്രൂ പോസിറ്റീവ് എന്തായിരിക്കാം? ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് എന്താണ്? True positive refers to the situation where a qualified candidate is correctly identified. അല്ലെ? കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള നോളജും നമ്മുടെ ഓർഗനൈസേഷന് വേക്കൻസിയിലോട്ട് വേണ്ടതായിട്ടുള്ള സ്കില്ലും നോളജും ഉള്ള ആളെ നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നു? സെലക്ട് ചെയ്തെടുക്കുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നത്? സെലക്ട് ചെയ്തെടുക്കുന്നത്. അതിനെയാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. അല്ലെ? കമ്പനിയുടെ ഡിസിഷൻ കറക്റ്റ് ആയല്ലേ, അതാണ് ട്രൂ പോസിറ്റീവ്. ഇനി ട്രൂ പോസിറ്റീവിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹൈ ഹിറ്റ് കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ്. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നമ്മുടെ കണക്ട് ചെയ്ത് പഠിക്കാം. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് കമ്പനിയിലേക്ക് ഏത് വേക്കൻസിയിലേക്കാണോ ആളുകളെ സെലക്ട് ചെയ്യുന്നത് ആ കറക്റ്റ് വേക്കൻസിക്ക് വേണ്ട സ്കില്ലും നോളജും ഉള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ ആയോ? വായിച്ചപ്പോ മനസ്സിലായോ? ഡൗട്ട് വല്ലതും തോന്നിയോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ട്രൂ നെഗറ്റീവ്. എന്തായിരിക്കാം ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാല്? അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ലോ ഹിറ്റ് എന്ന് കേട്ടോ. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. In a selection decision, a true negative or low hit refers to ഒന്നും കൂടി പറയാം. In a selection decision, ട്രൂ നെഗറ്റീവ് എന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. ട്രൂ നെഗറ്റീവ്. In a selection decision, a true negative or low hit ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. low hit refers to correctly identifying an individual as unsuitable for the role or program based on the for the role or role R-O-L-E, no, R-O-L-E, role or program based on the assessment criteria.
criteria. ഒന്നും കൂടി മിസ് വായിക്കാം ട്ടോ. True negative. In a selection decision, a true negative or low hit refers to the correctly identifying an individual as unsuitable for the role or program based on the assessment criteria. ഇനി എന്താണ് ഇത് എഴുതിയപ്പോ മനസ്സിലായത്? ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാല് നമ്മൾ ട്രൂ പോസിറ്റീവ് പറഞ്ഞല്ലേ, കമ്പനിക്ക് യോജിച്ച ആ വേക്കൻസിലേക്ക് യോജിച്ച ആളെ നമ്മൾ സ്കില്ലും നോളജും ഉള്ള ആളെ തിരഞ്ഞെടുക്കുന്നതാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാല്. ട്രൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? കുറെ വേക്കൻസീസ് അല്ലെ, കുറെ അപേക്ഷകൾ വരാറുണ്ട്. അതിൽ നിന്ന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? പുറന്തള്ളോ അല്ലെ? റിജക്ട് ചെയ്യും. അതാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാല്. മനസ്സിലായോ? എന്താണ്? കമ്പനിക്ക് വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസിക്ക് യോജിച്ചതല്ലാത്ത ആളെ നമ്മള് എന്ത് ചെയ്ത് കളയുന്നു? റിജക്ട് ചെയ്ത് കളയുന്നു അല്ലെ. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മള് റിജക്ട് ചെയ്യുന്നു. അതിനെയാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രൂ പോസിറ്റീവ് എന്താണ്, ട്രൂ നെഗറ്റീവ് എന്താണെന്നുള്ളത്? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി രണ്ട് പോയിന്റ്. ഇനി പറയാൻ പോകുന്നത് ഡൗട്ട് തോന്നരുത് കേട്ടോ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആയോ? ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാം. ഫാൾസ് പോസിറ്റീവ് എറർ. ഫാൾസ് പോസിറ്റീവ് എറർ. A false positive error. A false positive error. A false positive error occurs. OCCURS occurs when a test TEST, when a test or prediction incorrectly, a false positive error occurs, OCCURS occurs when a test TEST, test or prediction incorrectly indicates the presence of a condition, comma, event, condition, comma, event
or problem when it is actually not present. Event or problem when it is actually not present. ഒന്നുകൂടി മിസ് വായിക്കാം ട്ടോ. A false positive error occurs when a test or prediction incorrectly indicates the presence of a condition, event or problem when it is actually not present. എന്തായിരിക്കും false positive എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത ഒരു അവസ്ഥയോ prediction 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 prediction. അപ്പൊ ഫോൾസ് പോസിറ്റീവ് എററിന്റെ അർത്ഥം മിസ് പറയാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കാം, പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക്. എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഒന്ന് വായിക്കാം കേട്ടോ, അതിന്റെ മീനിങ് വായിക്കാം. ഫോൾസ് പോസിറ്റീവ് എറർ യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത അവസ്ഥയോ സംഭവമോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ഫാൾസ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത അവസ്ഥയോ സംഭവമോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. അതിനെയാണ് ഫാൾസ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. കിട്ടിയോ? അർത്ഥം മനസ്സിലായോ? എക്സാമ്പിൾ പറയട്ടെ, എഴുതിയെടുക്കുന്നുണ്ടോ? അർത്ഥം എഴുതിയെടുക്കണോ? യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത അവസ്ഥയോ സംഭവമോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ഫാൾസ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഒരു രോഗിക്ക് അസുഖമില്ല. ഓക്കെ, രോഗിക്ക് അസുഖമില്ല, പക്ഷേ ഉണ്ടെന്ന് കാണിക്കുന്ന പരിശോധനാ ഫലം പരിശോധിച്ചപ്പോ അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റില് ആ രോഗിക്ക് അസുഖമുണ്ടെന്ന് കാണിക്കുന്നു. റിസൾട്ട് പോസിറ്റീവ് ആണ്. രോഗിക്ക് അസുഖമില്ല, പക്ഷെ ടെസ്റ്റില് എന്ത് കാണിക്കുന്നുണ്ട്? രോഗമുണ്ടെന്ന് കാണിക്കുന്നു. ഒന്നുകൂടി അർത്ഥം പറയാം. യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത അവസ്ഥയോ സംഭവമോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ഫാൾസ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി എക്സാമ്പിൾ നോക്കിയേ. അർത്ഥം എഴുതിയെടുത്തോ? എക്സാമ്പിൾ നോക്കാം കേട്ടോ. രോഗിക്ക് അസുഖമില്ല, പക്ഷെ ടെസ്റ്റ് റിസൾട്ടില് അതിന്റെ റിസൾട്ട് വന്നപ്പോ രോഗമുണ്ടെന്നാണ് പരിശോധനാ ഫലം. മനസ്സിലായോ? യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത അവസ്ഥയോ സംഭവമോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ടെസ്റ്റ് റിസൾട്ടില് രോഗിക്ക് ഓൾറെഡി അസുഖമില്ല, പക്ഷെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോ രോഗമുണ്ട് എന്ന് കാണിക്കുന്നു. അല്ലെ? ക്ലിയർ ആയോ? കണക്ഷൻ കിട്ടിയോ? ക്ലിയർ ആയി? ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുമ്പോ മാറിപ്പോരുത് കേട്ടോ. അതാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടത്.
കൺസെപ്റ്റ് കിട്ടാനായിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് അപ്പൊ അവിടെ ആ എക്സാമ്പിൾ സഹിതം ഒന്ന് എഴുതി വെക്കാം കേട്ടോ. പ്രസൻസ് എന്നാണ്, പ്രസന്റ് അല്ല, പ്രസൻസ് ഓഫ് എ കണ്ടീഷൻ, കണ്ടീഷൻ event or problem when it is actually not present. ഇത്രയുള്ളൂ കേട്ടോ. ലാസ്റ്റത്തെ വേർഡാണോ അതാണ് പ്രസന്റ് കേട്ടോ. ഇത്രയുള്ളൂ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതി വെക്കാം. അസുഖം, രോഗിക്ക് അസുഖമില്ല, ബട്ട് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് പരിശോധനാ ഫലം. പരിശോധനാ ഫലത്തിന്റെ റിസൾട്ട് വന്നപ്പോ രോഗിക്ക് അസുഖമുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. രോഗിക്ക് യഥാർത്ഥത്തിൽ അസുഖമില്ല, ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു. കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫോൾസ് നെഗറ്റീവ് എറർ. ഫോൾസ് നെഗറ്റീവ് എറർ എന്ന് കിട്ടിയും കൊടുക്കാം കേട്ടോ. ഫോൾസ് നെഗറ്റീവ് എറർ ഒക്യൂർസ്, എഴുതിത്തോളൂ കേട്ടോ. ഫോൾസ് നെഗറ്റീവ് എറർ ഒക്യൂർസ് when a test or system incorrectly indicates that a condition or event is absent, absent പിന്നെ പറയാട്ടോ മിസ്. False negative error occurs when a test or system incorrectly indicates that a condition or event is absent when it actually exists. When it actually exists. കിട്ടിയോ എല്ലാവർക്കും? എക്സ്പ്ലനേഷൻ ഓക്കെ ആണോ? ഓക്കെ, ഇനി മലയാളത്തിൽ പറഞ്ഞു തരാട്ടോ മിസ്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. യഥാർത്ഥത്തിൽ നിലവിലിരുന്ന അവസ്ഥയോ സംഭവമോ ഇല്ലെന്ന് തെറ്റായി സൂചിപ്പിക്കുന്നതാണ് false negative error. യഥാർത്ഥത്തിൽ നിലവിലിരുന്ന അവസ്ഥയോ സംഭവമോ ഇല്ലെന്ന് തെറ്റായി സൂചിപ്പിക്കുന്നതാണ് false negative error. ഓക്കെ, എക്സാമ്പിൾ എങ്ങനെയാണ്? രോഗിക്ക് അസുഖമുണ്ട്, ബട്ട് ഇല്ലെന്ന് പരിശോധനാ ഫലം വരുന്നു. കിട്ടിയോ? രോഗിക്ക് അസുഖമുണ്ട്, ഇല്ലെന്നാണ് പരിശോധനാ ഫലം. റിസൾട്ട് ഈസ് നെഗറ്റീവ്. ഓക്കെ, മനസ്സിലായോ? കിട്ടിയോ? ഫോൾസ് നെഗറ്റീവ് എറർ. ഓക്കെ, ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും പറഞ്ഞപ്പോ ഡൗട്ട് ഉണ്ടോ? കൺസെപ്റ്റ് ഇത്തിരി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്?
ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സെലക്ഷൻ ഡിസിഷൻസിൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ 4 ഔട്ട്കംസ് ആണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞു പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് നെഗറ്റീവ് എറർ, ഫോൾസ് പോസിറ്റീവ് എറർ. അങ്ങനെ 4 ഔട്ട്കംസ് റിസൾട്ടുകളാണ് കിട്ടുന്നത്. ഇവിടെ നോക്കി എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ കേട്ടോ. The true positive or true negative decision in selection are correct decision, whereas the rest two decision to the selection errors. The candidate chosen was the best fit for the job and has performed and succeeded as expected is indicated by the true positive. ഇപ്പൊ നോക്കിയേ, നമ്മള് ട്രൂ പോസിറ്റീവിന്റെ കാര്യം ട്രൂ നെഗറ്റീവിന്റെ കാര്യമാണ് അല്ലെ പറഞ്ഞത്. അതെന്താണ്? ഈ സെലക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു കറക്റ്റ് ഡിസിഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ആളുകളെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക്, കറക്റ്റ് നോളജും സ്കില്ലും കാപ്പബിലിറ്റി ഉള്ള ആളുകളെ ആ പൊസിഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അതെന്താണ്? കമ്പനി എടുക്കുന്ന ഒരു പോസിറ്റീവ് ഡിസിഷൻ ആണ് അല്ലെ. കറക്റ്റ് ആളുകളെയാണ് ആ പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ട്രൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകാപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ കമ്പനി റിജക്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? കമ്പനിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് ട്രൂ നെഗറ്റീവ് ആൻഡ് ട്രൂ പോസിറ്റീവ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? whereas the true negative reflects the rejection of the candidate based on the perception that he or she will fail in the future and is incapable to perform the respective job. The rejection of a candidate who could have succeeded based on failure predictions is reflected by false negative error. അപ്പൊ ഈ false negative error എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയില് ഒരു ആളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ അയാൾക്ക് അതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളെ നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നുണ്ട്? റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. പറ്റുമെങ്കിൽ അവിടെ എന്താ പറയുന്നത്? who could have succeed based on the failure അല്ലെ. അയാൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങളില് അയാൾക്ക് ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ പല പല പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ട് ഭാവിയിൽ സക്സസ് ആവാൻ പറ്റുന്ന ഒരാളായിരിക്കാം. ഓക്കെ, നമ്മള് അങ്ങനെ സക്സസ് ആവാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്ത് കളയുന്നത്? നീ എന്താണ് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ നിനക്ക് കഴിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്ത് കളയുന്നത്. അതാണ് ഫോൾസ് നെഗറ്റീവ് എറർ. അയാളെ നമ്മള് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിനക്ക് സ്കില്ലില്ല, നിനക്ക് നോളജ് ഇല്ല, ഇതിനുള്ള സ്കില്ലില്ല, നോളജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കമ്പനിയിൽ നിന്ന് റിജക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഒരു കാര്യം. എന്താണ് പറയുന്നത്? നല്ല രീതിയിൽ അയാൾക്ക് ഭാവിയിൽ സക്സസ് ആവാനായിട്ട് അയാൾക്ക് പറ്റുമെങ്കിൽ സക്സീഡ് ആവായിരുന്നു. നല്ല രീതിയിലുള്ള കഴിവുകളുണ്ട്, ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ കമ്പനിയിൽ നിലനിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള കഴിവുണ്ട്. പക്ഷെ കമ്പനി പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ പുറന്തള്ളുന്നു. അതെന്താണ്? കമ്പനിയുടെ ഫോൾസ് നെഗറ്റീവ് എറർ ആണ്. ഓക്കെ, ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ്സിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി? ഓക്കെ, അതാണ് അപ്പൊ കമ്പനിയുടെ ഫോൾസ് നെഗറ്റീവ് എറർ. ഇനി എന്താണ്? ഫോൾസ് പോസിറ്റീവ് എറർ ഈസ് എ സിറ്റുവേഷൻ when a candidate is selected on the basis
that he or she, on the other hand, does not came up to the expectations, it is the false positive error that causes the organization to sustain cost. This cost includes hiring cost, training cost, transfer cost, termination cost, replacement cost, etc. ഇനി false positive എററിൽ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളെ നമുക്ക് ഇതിലേക്ക് തിരഞ്ഞെടുക്കാം, ഇയാൾക്ക് അതിനുള്ള കഴിവും സ്കില്ലും നോളജ് ഒക്കെ ഉണ്ട്. അത് കമ്പനിയുടെ ഒരു എന്താണ് തെറ്റിദ്ധാരണയായിരുന്നു. ഇയാൾക്ക് ഇങ്ങനെയുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി എടുക്കുന്ന ഡിസിഷൻ എന്തായിരുന്നു? തെറ്റായിരുന്നു. ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് അത്ര രീതിയിൽ നല്ല എന്താണ് കമ്പനിയെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള കപ്പാസിറ്റിയോ സ്കില്ലോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കമ്പനിയില് എന്താണ് നല്ല രീതിയിൽ നിലനിൽക്കാം, അല്ലെങ്കിൽ കമ്പനി പോസിറ്റീവായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോ ആ കഴിവ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുന്നത്? ഹയറിംഗ് കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, ട്രെയിനിങ് കോസ്റ്റ്, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് കോസ്റ്റ് നമുക്ക് നഷ്ടമാണ്, ട്രാൻസ്ഫർ കോസ്റ്റ്, ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്, ഇങ്ങനെ പല പല കോസ്റ്റുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഫാൾസ് നെഗറ്റീവ് ആൻഡ് ഫാൾസ് പോസിറ്റീവ് കണക്ഷൻ കിട്ടിയോ? ഓക്കെ, ഇനി എന്താണ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. Both the candidates and the organization should make joint decision throughout the selection process. അപ്പൊ കാൻഡിഡേറ്റ് ആയാലും ഓർഗനൈസേഷൻ ആയാലും എന്താണ് രണ്ടുപേരും നമ്മുടെ ഒരു കമ്പനിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരാള് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴും അവര് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ? രണ്ടുപേരും കൂടിച്ചേർന്ന് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. The job of the candidate to determine whether or not the job is appropriate according to his or her needs, interests, skills and goal. അപ്പൊ എന്താണ് ഒരു കാൻഡിഡേറ്റ് ഈ ജോബിന് കയറാം അല്ലെങ്കിൽ ഈ ജോബിൽ ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാൻഡിഡേറ്റിന് പല തീരുമാനങ്ങൾ എടുക്കും അല്ലെ? അവന്റെ ഇൻട്രസ്റ്റ്, അവന്റെ നീഡ്സ്, അവന്റെ സ്കില്ല്, അല്ലെങ്കിൽ അവന്റെ ഗോള്, ജീവിതത്തിൽ പല പല ഗോളുണ്ടാവും അല്ലെ? ആ ഗോളിനനുസരിച്ച് അവന് ഇഷ്ടമുള്ള ജോലിയിൽ ഇഷ്ടമുള്ള കമ്പനിയിൽ കയറാനായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവന് എന്തുണ്ട്? അവകാശമുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്കും എന്തുണ്ട്? However, the organization makes the decision for whether the candidate has the necessary talent, skill and experience required for the പൊസിഷൻ. അപ്പൊ ആ പൊസിഷനിലേക്ക് സ്കില്ലും ടാലന്റും കഴിവുകളുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ആർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും? ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കാം. എന്താണ്? However, if there is a scarcity of the qualified candidate in the market, the company must make a prompt selection decision. ഇങ്ങനെയുള്ള scarcity എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Scarcity എന്താണ്? സ്കേഴ്സിറ്റി എന്തായിരിക്കാം മീനിങ്? എന്തായിരിക്കാം? ദൗർലഭ്യം. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാല് ദൗർലഭ്യം, കിട്ടാനില്ലാത്ത അവസ്ഥ അല്ലെ? ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാർക്കറ്റിൽ നിന്ന് ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് കിട്ടാനില്ലാത്ത അവസ്ഥ, ദൗർലഭ്യം വരുമ്പോ കമ്പനി എപ്പോഴും എന്ത് നോക്കണം? എത്രയും പെട്ടെന്ന് തന്നെ സെലക്ഷൻ ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ 3 പാരഗ്രാഫും. അതിനകത്ത് നോക്കേണ്ടത് എന്താണ്? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, അതുപോലെ തന്നെ ഫാൾസ് നെഗറ്റീവ് എറർ, ഫാൾസ് പോസിറ്റീവ് എറർ കേട്ടോ. ഇതൊന്ന് മനസ്സിലായോ? നോക്കിയേ.
എന്തായിരിക്കാം പ്രിസംഷന്റെ മീനിങ് എന്തായിരിക്കാം? അനുമാനം. ഓക്കെ, നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം നമുക്ക്. നെക്സ്റ്റ് ആണ് സെലക്ഷൻ പ്രോസസ് കേട്ടോ. സെലക്ഷൻ പ്രോസസ്. Selection method determines whether or not the qualifications of a job applicant are in accordance with the job requirements. എന്താണ് ഓർഗനൈസേഷനിൽ ഒരാൾക്കാരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ ആവശ്യങ്ങൾ അല്ലെ, ജോബിന്റെ ആവശ്യങ്ങൾ, ഓരോ വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും യോജിച്ച ആളുകളെ ആ വാക്കൻസിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. This the selection methods assess the performance of the job applicant. അപ്പൊ എന്താ പറയുന്നത്? അസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എന്താണ് അസസ്? എന്തായിരിക്കാം മീനിങ്? വിലയിരുത്തുക. ഓക്കെ, സെലക്ഷൻ മെത്തേഡില് അസസ് ചെയ്യുന്നത് എന്താണ്? ഓരോ ആൾക്കാരുടെ ജോബ് അപ്ലിക്കൻസിന്റെ പെർഫോമൻസ് ആണ് വിലയിരുത്തുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ്? സെലക്ഷൻ മെത്തേഡ്സ്, അപ്ലിക്കേഷൻ പ്ലാൻ, job selection test, interviews, medical examinations, reference check, which when used in a proper sequence constitute a selection process. For selection process, selection ഒരാൾക്കാരെ നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള സീക്വൻസിലൂടെയാണ്? ആദ്യം എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യും അല്ലെ, പല പല ടെസ്റ്റുകൾ നടത്താം, ഇന്റർവ്യൂസ്, അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻസ്, ലാസ്റ്റ് ഒന്നാണ് റഫറൻസ് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സീക്വൻഷ്യൽ പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസിലൂടെയാണ് നമ്മൾ ഓരോ ആളുകളെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അണ്ടർലൈൻ ചെയ്യാം. ആപ്ലിക്കേഷൻ പ്ലാൻ, ആപ്ലിക്കേഷൻ ഫോം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റഫറൻസ് ചെക്ക്, ഇങ്ങനെയുള്ള സീക്വൻസിലൂടെയാണ് നമ്മൾ ആളുകളെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. The selection process consists of various barriers or stages. Selection process ന് അതിൻ്റെതായിട്ടുള്ള നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്റ്റേജസുകളുണ്ട്. ഓരോ സ്റ്റേജസിലൂടെ റിക്രൂട്ട്മെന്റിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെലക്ഷനും ഒരാളുകളെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട്. Selection aims at generating full information regarding the candidates in order to determine whether they are appropriate for the job or not. നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് എന്താണ് കാൻഡിഡേറ്റിന്റെ ഫുൾ ആയിട്ടുള്ള അവനെ പറ്റിയുള്ള നമുക്ക് എന്തൊക്കെ അറിയാം അല്ലെ. ബയോഡാറ്റ വായിക്കുമ്പോൾ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവന്റെ എന്താണ്
അഡ്രസ്സുകൾ, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ നമുക്ക് ക്വാളിഫിക്കേഷൻസ്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലെ. അതുപോലെ ടെസ്റ്റുകൾ നടത്തുന്നതിലൂടെ എന്താണ് അവരുടെ എബിലിറ്റി, സ്കില്ല്, കഴിവ്, നോളജ് എത്രത്തോളം ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവനെ കുറിച്ച് നമുക്ക് ഈ സെലക്ഷൻ പ്രോസസ് വഴി അറിയാനായി പറ്റും. The selection process is different between the organization or occurs a different job. പല ജോബിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും സെലക്ഷൻ പ്രോസസ് ഡിഫറെന്റ് ആണ്. Therefore, an ideal process of selection includes the following steps as shown below. കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ബോട്ടം ടു ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്ക്രീനിങ് ഓഫ് അപ്ലിക്കൻസ് അല്ലെ. അപ്ലിക്കേഷൻ ഫോം നോക്കും, അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തും, സെലക്ഷൻ ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻസ്, റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ്, ഹയറിംഗ് ഡിസിഷൻ. ബോട്ടം ടു ടോപ്പ് ആണ് പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, സെലക്ഷൻ പ്രൊസീജിയർ പഠിച്ചു വെക്കണം. ചിലപ്പോ നിന്ന് ചോദിക്കാം, ഈ സ്ക്രീനിങ് ഓഫ് അപ്ലിക്കൻസ് കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഡയഗ്രാം ഫില്ലാക്കാനായിട്ട് വരാം. ഓക്കെ, അപ്പൊ അത് മൊത്തം നിങ്ങൾ കാണാപ്പാടാം ഓരോ ഓർഡറിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, താഴത്തുനിന്ന് മുതൽ മുകളിലേക്കാണ് ഇതിന്റെ പോകുന്നത് കേട്ടോ. ഓക്കെ, ബോട്ടം ടു ടോപ്പ് ആണ്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സ്ക്രീനിങ് ഓഫ് അപ്ലിക്കൻസ് അല്ലെ. അപ്ലിക്കേഷൻ ഫോം. Screening of applicants include filling of the application forms by the candidate. These application forms contain information about the applicants such as the personal biodata, achievements, experience, etc. This type of information is used in order to give the right candidate who is eligible for the vacant position. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? നമുക്ക് ഒരു ജോബിന് അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ നമ്മളെ കൊണ്ട് ഫസ്റ്റ് എന്ത് ഫില്ല് ചെയ്യിപ്പിക്കാറുണ്ട്? ആരെങ്കിലും ഇന്റർവ്യൂസിന് പോയിട്ടുണ്ടോ? ഏതെങ്കിലും കമ്പനീസിൽ എന്താ ചെയ്യാറ് അവര് ഫസ്റ്റ്? വിഷ്ണു പോയിട്ടുണ്ട്. എന്താ വിഷ്ണു ഫസ്റ്റ് തന്നെ ചെയ്യിപ്പിച്ചത് അവര്? ഇന്റർവ്യൂ ആണോ അല്ലെങ്കിൽ എന്താ? നമ്മുടെ ബയോഡാറ്റയൊക്കെ വാങ്ങിക്കും. ഓക്കെ, പിന്നെ ഫില്ല് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ. അപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യിപ്പിക്കും? ഫില്ല് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ. നമ്മുടെ പേര്, അഡ്രസ്, ഇതൊക്കെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ ഫസ്റ്റ് തന്നെ അവര് ആ ഫോം തന്ന് നമ്മളെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് അത് അവരെ കളക്ട് ചെയ്ത് എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടോ അത്രയും പേർക്ക് അത് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് അത് കളക്ട് ചെയ്ത് പിന്നെ ഓരോരുത്തരെ ഇന്റർവ്യൂവിനായിട്ട് വിളിക്കും. ആണോ? അങ്ങനെയാണോ ചെയ്യാറ്? ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലെ. ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബയോഡാറ്റകള്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്കുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, അവർക്ക് അറിയാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്? അങ്ങനെയാണ് നമ്മൾ ആ റൈറ്റ് കാൻഡിഡേറ്റിനെ സ്കില്ലും എബിലിറ്റി അതുപോലെ തന്നെ നോളജും ഉള്ള ആ പൊസിഷനിലേക്ക് നോളജ് ഉള്ള ആളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി എന്താണ്? ഇറ്റ് ക്യാൻ ഓൾസോ be used for maintain the permanent record of the candidate who are selected. അപ്പൊ എന്താണ്? ഇതൊരു പെർമനന്റ് റെക്കോർഡ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്തിരിക്കാം. കാൻഡിഡേറ്റിന്റെ പെർമനന്റ് റെക്കോർഡ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. After screening all candidates, only those candidates are permitted to continuation of the selection process who are meeting the job requirements and the standards set by the organization. If the candidate match the job requirements are more than the vacant position,
Organization goes only for a few chosen candidates for further selection process. ഇപ്പൊ എന്താണ് ഇങ്ങനെ ബയോഡാറ്റകൾ വാങ്ങിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസുകളാണ് ഉള്ളതെന്ന് അറിയാൻ പറ്റും അല്ലെ. ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ കറക്റ്റ് പൊസിഷനിലോട്ട് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. ഇനി ആളുകള് കൂടുതലും അതുപോലെ തന്നെ എന്താണ് ജോലി അല്ലെങ്കിൽ ആ വാക്കന്റ് കുറവാണെങ്കിലും എന്താണ് വാക്കന്റ് കുറവും കുറെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ആളുകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുള്ളൂ അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ ബേസിലായിരിക്കും അറിയാൻ പറ്റുമോ? എന്തിന്റെ ബേസിലായിരിക്കും? വാക്കൻസി കുറവും കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ ആളുകൾ വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് എക്സ്പീരിയൻസിന്റെ ബേസിൽ. വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? സ്കില്ല്. ഓക്കെ, എക്സ്പീരിയൻസ് സ്കിൽ മാത്രം ഉണ്ടാവുള്ളൂ. ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, ഓക്കെ, എബിലിറ്റി അല്ലെ. ഓക്കെ, വെരി ഗുഡ്. എല്ലാം നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും. ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തില് എക്സ്പീരിയൻസ് നോക്കാറുണ്ട്. ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലെ, എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. കഴിയുമെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് തെരഞ്ഞെടുക്കുന്നത് അല്ലെ എല്ലാ ഓർഗനൈസേഷനും. ഓക്കെ, പിന്നെ ഫ്രഷറിങ് ചോദിക്കാറുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മള് ഓർഗനൈസേഷനിലോട്ട് സെലക്ട് ചെയ്യുന്നത്. അതാണ് സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ് കേട്ടോ, അപ്ലിക്കേഷൻ ഫോം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കാം. അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഫില്ല് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യിച്ചിട്ടാണ് പിന്നീട് അവർ ഇന്റർവ്യൂ നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് കേട്ടോ. Every organization has its own research for the selection process to gather the necessary information about the candidate or to reject the candidate who are not qualified for the interview. Generally, the selection test support the information provided by the applicant in the application form. The selection test could supply beneficial information in terms of their aptitude, hobby, personality, etc., which cannot be obtained through a application form. അപ്പൊ എന്താണ് സെലക്ഷൻ ടെസ്റ്റുകൾ? സെലക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളല്ലോ. ഇങ്ങനെയെല്ലാം നമുക്ക് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്തൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെ സെലക്ഷനിലൂടെ ആയിരിക്കാം നമ്മൾ ചെയ്യുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എക്സാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെയാ? എക്സാംസ് മാത്രമുള്ളോ? പല ടെസ്റ്റുകളുണ്ടല്ലോ. ഇന്റർവ്യൂ. ഓക്കെ, എന്തൊക്കെ ടെസ്റ്റുകളാണ്? പ്രോബ്ലം സോൾവിങ്, ആപ്റ്റിറ്റ്യൂഡ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ടൈപ്പിംഗ് അല്ലെ. ഇതൊക്കെ എന്താണ്? അവര് കൊടുക്കുന്ന ടെസ്റ്റുകളാണ് അല്ലെ. അതിൽ നിന്നും ആപ്റ്റ് ആയിട്ടുള്ള, സ്കില്ലുള്ള, നോളജ് ഉള്ള, അതുപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെയൊക്കെയാണ് നമ്മള് കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നത്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? സ്കില്ലുകൾ കുറവുള്ള ആളുകൾ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്ത് കളയും ഇല്ലേ? അതാണ് സെലക്ഷൻ ടെസ്റ്റ് നടക്കുന്നത്. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റില് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളുകളെ മാത്രമാണ് നെക്സ്റ്റ് സെഷനിലോട്ട് വിടുകയുള്ളൂ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വീട്ടിലേക്ക് പറഞ്ഞോളൂ ഇല്ലേ? അങ്ങനെയാണോ വിഷ്ണു? ഓക്കെ, ഇനി എന്താണ്? നെക്സ്റ്റ് ആണ് സെലക്ഷൻ ഇന്റർവ്യൂസ്. Selection tests are followed by a personal interview with the candidate. നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂ നടത്താറില്ലേ? കാൻഡിഡേറ്റ് ഓർഗനൈസേഷൻ ആരെങ്കിലും മാനേജേഴ്സ് ആവാം, ഓക്കെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യാറുണ്ട്.
സെലക്ഷൻ ടെസ്റ്റുകൾ ഓക്കെ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. The primary goal of the person interviewed to thoroughly assess the candidate for the job. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ഇന്റർവ്യൂവിന്റെ പ്രൈമറി ഗോൾ എന്താണെന്നാ പറയുന്നത്? അവിടെ ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റിനെ thoroughly assess the candidate for the job. ആ ജോബിന് അവൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ ആപ്റ്റ് ആണോ എന്ന് thoroughly വിലയിരുത്തുന്നത്. ഓക്കെ, നന്നായി thoroughly എന്ന് പറഞ്ഞാല് നന്നായിട്ട് വിലയിരുത്തുക. അസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയിരുത്തുക, അസസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആ ജോബിന് അവൻ നന്നായിട്ട് ചെയ്യാൻ പറ്റോ, സ്കില്ലുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് പേഴ്സണൽ ഇന്റർവ്യൂ അതിന്റെ ഗോളായിട്ട് പ്രൈമറി എയിം ആയിട്ട് പറയുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വരുന്ന കാൻഡിഡേറ്റ്സിനെ കറക്റ്റ് ആയിട്ട് thoroughly വിലയിരുത്തുന്നതാണ്. ആ ജോബിന് അവൻ ആപ്റ്റ് ആണോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് എന്ത് സെലക്ഷൻ ഇന്റർവ്യൂസിന്റെ പ്രൈമറി ഗോൾ ആയിട്ട് പറയുന്നത്. കിട്ടിയില്ലേ? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. It also gives the chances to the candidate to gain all the information about the organization. Sometimes the preliminary interview takes the place before conducting the test. Okay, അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഓർഗനൈസേഷൻ ആയാലും ഓർഗനൈസേഷന്റെ രീതിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത്രയാണ് സാലറി അല്ലെങ്കിൽ ഇത്ര പേരെ ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും ഇൻഫർമേഷൻസ് അവരും കൊടുക്കാറുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് സംടൈംസ് അല്ലെ പ്രാഥമിക ഇന്റർവ്യൂ. ഓക്കെ, പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഥമിക ഇന്റർവ്യൂ നടത്തുമ്പോഴും എന്താണ് ഇന്റർവ്യൂ ടേക്ക് പ്ലേസ് ബിഫോർ കണ്ടക്ടിങ് ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റുകൾക്ക് മുൻപും എന്ത് ചെയ്യാറുണ്ട്? ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. സെലക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞു അപ്ലിക്കേഷൻ ഫോം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം സെലക്ഷൻ ഇന്റർവ്യൂവിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കാൻഡിഡേറ്റ്സിനെ thoroughly അസസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വിലയിരുത്തുക. ആ ജോബിന് അവൻ കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആണോ എന്ന് വിലയിരുത്തുന്നതാണ് ഈ പ്രൈമറി ഗോൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണോ? ഇത്രയും വരെ നന്നായിട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഒന്നുകൂടി പറയുകയാണ് മിസ്, ഇത് നന്നായിട്ട് വായിക്കാം. സെലക്ഷൻ പ്രൊസീജിയർ കാണാപ്പാഠം പഠിച്ചു വരിക കേട്ടോ. 1 മുതൽ 6 വരെയുള്ള ആ സ്റ്റെപ്പുകൾ ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ പറഞ്ഞത് ഓക്കെ ഔട്ട്കംസ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.